ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് 2-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ്. 2-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ അത് മശീഹയുടെ സങ്കീർത്തനം അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രാവചനികമായി പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ സങ്കീർത്തനം, അതായത് 1-ാമത്തെ സങ്കീർത്തനം വചനം ധ്യാനിക്കുന്നവൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഈ 2-ാം സങ്കീർത്തനത്തിൽ പുത്രനെ ചുംബിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥ അല്ലെങ്കിൽ പുത്രനെ അംഗീകരിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത് പൈശാചിക ശക്തികൾ ഒരിക്കലും ദൈവത്തെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഭൂമിയിലെ രാജാക്കന്മാർ ദൈവത്തിൻ്റെ ആ പരമാധികാരത്തെ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല. എന്നാൽ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് അവരെ പരിഹസിച്ച് ചിരിക്കുകയാണ്. കാരണം ഒരിക്കൽ അവർക്ക് ദൈവത്തെ അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ, അല്ലെങ്കിൽ അവർ നിത്യനാശത്തിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രത്യേകമായി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാക്യമുള്ളത്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പിതാവ് പറയുന്നതായിട്ട്. അപ്പോൾ സംശയമുണ്ടാകാം, യേശു കർത്താവിനെ അന്നാണോ ജനിപ്പിച്ചത്? അല്ല. യേശു കർത്താവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് നാം വചനഭാഗത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. എന്നാൽ എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉയിർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് മരിച്ചവരിൽ നിന്നും ആദ്യമായി ഉയിർത്തെഴുന്നേറ്റവൻ, ആദ്യജാതൻ, അല്ലെങ്കിൽ അവനെ പിതാവിൻ്റെ ആത്മാവ് അവനെ മരണം കാണാതെ അല്ലെങ്കിൽ ദ്രവത്വം കാണാതെ അവിടെ നിന്നും വിടുവിച്ചു. അതാണ് പുതിയ ജനനമായിട്ട് നാം ഒക്കെ പറയുന്നെങ്കിലും ഇത് കർത്താവിനത് പുനരുത്ഥാനം എന്ന് വെച്ചാൽ ഉയിർത്തെഴുന്നേൽപ്പാണ്, ഉയിർത്തെഴുന്നേറ്റ കർത്താവാണ്. അപ്പോൾ നാം വിശ്വസിക്കുന്നത് നമ്മുടെ സുവിശേഷം എന്ന് വെച്ചാൽ കാൽവറിയിൽ നമുക്കായി സ്വയം അർപ്പിച്ച് തനിക്കൊരു ശരീരം ലഭിച്ചു, ആ ശരീരത്തെയാണ് കർത്താവ് യാഗമായി അർപ്പിച്ചത്. അപ്പോൾ കർത്താവിനെ അവിടെ നിന്നും ഒരു ട്രാൻസ്ഫോംഡ് ബോഡിയിൽ ഉയിർത്തെഴുന്നേൽപ്പിച്ചു. അതായത് ഉയിർത്തെഴുന്നേറ്റ ശരീരത്തിലാണല്ലോ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത്. അവിടെ വെച്ച് നാം കാണുന്നുണ്ട്, ഭക്ഷണവും കഴിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ ധാരാളമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. എങ്കിൽ തന്നെയും ഞാൻ ഷോർട്ടായിട്ടത് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് നിൻ്റെ അഭിഷിക്തനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന് വേറൊരിടത്ത് സങ്കീർത്തനത്തിൽ പറയുന്നത് അത് പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തമാണ് പിതാവ് ഇവിടെ നിവർത്തിച്ചിരിക്കുന്നത്. അതായത് പുത്രൻ ഉയിർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവാണ് ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ്. അപ്പോൾ ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന അനുഭവം, നിത്യജീവൻ എവിടെയാണ് ലഭിക്കുന്നത്? പുത്രനെ ചുംബിപ്പീൻ. അതായത് പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുക. പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതായത് മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്
13-ാം അധ്യായത്തിൽ, അതായത് ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ് 13-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുവീൻ, അവിടെയാണ് നമുക്ക് രക്ഷയുള്ളത്. നമ്മുടെ രക്ഷിക്കപ്പെടുന്ന അനുഭവം അവിടെയാണ് നാം സ്വീകരിക്കുന്നത്. അത് വിശ്വാസത്താലാണ് സ്വീകരിക്കുന്നത്. ഈ 2-ാം സങ്കീർത്തനം വളരെ അർത്ഥസമ്പൂർണമായ ഒരു സങ്കീർത്തനമാണ്. പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ അത് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. എന്താണ്? പുത്രനെ ചുംബിപ്പീൻ, അതായത് പുത്രനെ അംഗീകരിക്കുവീൻ. പുത്രനെ അംഗീകരിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ഭാഗ്യവാനാണ് എന്നുള്ള കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ പ്രാവചനികമായി പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക, അതായത് പുത്രൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നു എന്ന് നാം എവിടെയാണ് വായിക്കുന്നത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ഇതൊക്കെയും വായിച്ച് ധ്യാനിച്ച് നാം രക്ഷ നിലനിർത്തുവാൻ, എന്ന് വെച്ചാൽ രക്ഷ നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തെ വാഴ്ത്തുക, സ്തുതിക്കുക, ഇതാണ് നാം ചെയ്യേണ്ടത്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. സ്തോത്രം.